നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. UDF ആയാലും LDF ആയാലും പണി മൊത്തം പോലീസിന് തന്നെ എന്ന് പറയും പോലെ വോട്ടെണ്ണലിന് പിറ്റേന്നുണ്ടായ സംഭവ വികാസങ്ങൾ പാലക്കാട് മണ്ഡലത്തിൽ നമ്മൾ കണ്ടതാണ്. വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടാകുന്നു. പോലീസ് പാർട്ടിക്കാരെ അടിച്ചോടിക്കുന്ന സാഹചര്യമുണ്ടായി. ഇതിന് പിന്നാലെ പോലീസിനെതിരെ പ്രതിഷേധം ഉണ്ടായിരിക്കുകയാണ്. വോട്ടെണ്ണലിന് പിറ്റേന്ന് പോലീസിനെതിരെ പാലക്കാട്ട് CPMന്റെ പ്രകടനം. CPM ജില്ലാ കമ്മിറ്റി ഓഫീസിൽ കയറി പ്രവർത്തകരെ തല്ലിയ പോലീസുകാരൻ്റെ ഫോട്ടോ CCTVയിൽ പതിഞ്ഞിട്ടുണ്ട് എന്നാണ് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബുവിൻ്റെ മുന്നറിയിപ്പ്. വോട്ടെണ്ണലിന് ശേഷം UDF നടത്തിയ ആഹ്ലാദ പ്രകടനത്തിനിടെ CPM ജില്ലാ കമ്മിറ്റി ഓഫീസിന് മുന്നിൽ സംഘർഷമുണ്ടായി. ഓഫീസിൽ നിന്ന് പ്രവർത്തകർ കല്ലും കുപ്പിയും വലിച്ചെറിഞ്ഞു. ഇത്തരത്തിലുള്ള ആരോപണം UDFന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി. കുപ്പിയേറിൽ പോലീസ് ഉദ്യോഗസ്ഥര് പരിക്കേൽക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നയിക്കപ്പെടുകയുണ്ടായി. ഇതേ തുടർന്ന് ജില്ലാ കമ്മിറ്റി ഓഫീസ് വളപ്പിൽ പോലീസ് കയറുകയും ലാത്തി വീശുകയും വലിയ രീതിയിലുള്ള ആക്രമണം അഴിച്ചുവിടുകയും ചെയ്തു. ഇതിനെതിരെ CPM പ്രകടനം നടത്തിയിരിക്കുകയാണ്. അതേസമയം മറ്റൊരു സംഭവം കൂടി ഉണ്ടായി. തൃക്കരിപ്പൂർ മണ്ഡലത്തിൽ സന്ദീപ് വാര്യരുടെ റോഡ് ഷോയ്ക്കിടെ പടന്നക്കടപ്പുറത്ത് സംഘർഷമുണ്ടായി. കണ്ടാൽ അറിയാവുന്ന നിരവധി പേർക്കെതിരെയാണ് പോലീസ് കേസെടുത്തത്. 100ഓളം UDF പ്രവർത്തകർക്കെതിരെയും 80ഓളം CPM പ്രവർത്തകർക്കെതിരെയുമാണ് കേസെടുത്തത്. തുടർ സംഘർഷങ്ങൾ ഒഴിവാക്കാൻ പ്രദേശത്ത് പോലീസ് സുരക്ഷ ശക്തമാക്കിയിരുന്നു. സന്ദീപ് വാര്യരുടെ റോഡ് ഷോ പടന്നക്കടപ്പുറത്തെത്തിയപ്പോൾ റോഡ് ബ്ലോക്കായതിനെ തുടർന്നുണ്ടായ തർക്കമാണ് സംഘർഷത്തിൽ അവസാനിച്ചത്. ഇരു ഭാഗത്തു നിന്നും കല്ലേറുണ്ടായി. പ്രദേശത്ത് CPM ഓഫീസ് ആക്രമിക്കപ്പെട്ടു. പ്രവർത്തകരെ പോലീസ് ലാത്തി വീശി ഓടിച്ചു. കല്ലേറിലും ലാത്തി ചാർജിലും നിരവധി പേർക്ക് പരിക്കേൽക്കുന്ന സാഹചര്യമുണ്ടായി. മഞ്ചേശ്വരം നിയമസഭാ മണ്ഡലത്തിലെ BJP സ്ഥാനാർത്ഥി K സുരേന്ദ്രന്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണ ബോർഡ് പടക്കം വെച്ച് പൊട്ടിക്കുന്ന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമത്തിൽ പ്രചരിപ്പിച്ചു. ഈ സംഭവത്തിൽ കുമ്പള പോലീസ് സ്വമേധയാ കേസെടുക്കുകയും ചെയ്തു. തിരഞ്ഞെടുപ്പ് ബോർഡിൽ വ്യക്തിഹത്യ നടത്തുന്ന രീതിയിലുള്ള വാക്യങ്ങൾ എഴുതിയ ശേഷം പടക്കം വെച്ച് പൊട്ടിക്കുകയും അതിന്റെ ദൃശ്യങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ പ്രചരിപ്പിക്കുകയും ചെയ്തുവെന്നാണ് കേസ്. പ്രകോപനം സൃഷ്ടിച്ച് ലഹള ഉണ്ടാക്കാൻ ശ്രമിച്ചെന്ന് കേസിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. കുമ്പള കിതൂർ കജ്ജൂരിൽ വിജയാഹ്ലാദ പ്രകടനത്തിനിടെ വീടിന് മുന്നിൽ നിന്ന് കുട്ടികൾക്ക് നേരെ പടക്കം എറിഞ്ഞ സംഭവത്തിലും 2 പേർക്കെതിരെ കുമ്പള പോലീസ് കേസെടുത്തു. അതേസമയം തിരഞ്ഞെടുപ്പ് വിജയത്തിൽ വോട്ടർമാർക്ക് നന്ദി പറയാനെത്തിയ നിയുക്ത MLA സന്ദീപ് വാര്യർ നടത്തിയ റോഡ് ഷോയ്ക്ക് നേരെ വലിയപറമ്പ് പഞ്ചായത്തിലെ പടന്നക്കടപ്പുറത്ത് ആക്രമണം ഉണ്ടായതും ഈ ആക്രമണം നടത്തിയവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്ന് സന്ദീപ് വാര്യർ വെല്ലുവിളി മുഴക്കുന്നതുമൊക്കെ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ കണ്ട കാഴ്ചയാണ്. രാത്രിയോടെയാണ് സംഭവമൊക്കെ ഉണ്ടായത്. അതായത് തിരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം ഉണ്ടായതിന് പിന്നാലെ തന്നെ ചിലയിടങ്ങളിലെങ്കിലും അക്രമ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു എന്നാണ് റിപ്പോർട്ട്. റോഡ് ഷോയ്ക്ക് നേരെ ഇരുട്ടിൽ നിന്നാണ് തുരുതുരെ കല്ലേറുണ്ടായത്. കല്ലേറിൽ മുസ്ലിം ലീഗ് പഞ്ചായത്ത് സെക്രട്ടറി KK അമീനും UDF പ്രവർത്തകർക്കും പരിക്കേറ്റു. കല്ലേറിനെ തുടർന്ന് CPM UDF പ്രവർത്തകർ ഏറ്റുമുട്ടുകയും ചെയ്തു. നമുക്കറിയാവുന്നതുപോലെ തന്നെ പാലക്കാടുള്ള സംഭവം നമ്മൾ ആ സംഭവം നോക്കിയതാണ്. എന്തായാലും ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധം CPMന്റെ ഭാഗത്തു നിന്നുകൂടി ഉണ്ടാകുന്നുണ്ട്. അതേസമയം യൂത്ത് കോൺഗ്രസും പോലീസിനെതിരെ വെല്ലുവിളികൾ ഉയർത്തുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ അത്തരത്തിലൊരു വെല്ലുവിളികൾ കണ്ടതാണ്. പ്രത്യേകിച്ച് ആലപ്പുഴയിൽ കോളേജ് അധ്യാപകനെ വകവരുത്തുമെന്ന് KSU ജില്ലാ സെക്രട്ടറിയുടെ ഭീഷണി. നിന്റെ അന്ത്യം കണ്ടിട്ട് ഇനി ഞാൻ ഉറങ്ങുകയുള്ളൂ. ഇപ്പോൾ ഭരണം ഞങ്ങളുടെ കയ്യിലാണ്. എനിക്ക് വേണ്ടി വിളിക്കുന്നത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരിക്കും. ഇപ്പോൾ ഭരണം ഞങ്ങളുടെ കയ്യിലാണ്. എനിക്ക് വേണ്ടി വിളിക്കുന്നത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരിക്കും എന്നതടക്കമുള്ള ഒരു ഭീഷണിയാണ് ഒരു KSU ജില്ലാ സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അധ്യാപകനെതിരെയാണ് ഭീഷണി മുഴക്കിയിരിക്കുന്നത്. മാത്രമല്ല കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് പോലീസുകാർക്കെതിരെ വലിയ രീതിയിലുള്ള ഭീഷണി യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാർ ഉയർത്തുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടിരുന്നു. അതായത് LDF സർക്കാരിൻ്റെ കാലത്ത് സർക്കാരിനെതിരെ പ്രതിഷേധിച്ച പ്രവർത്തകരെ ഉപദ്രവിച്ച പോലീസുകാർക്കെതിരെയാണ് വ്യാപക രീതിയിലുള്ള ഭീഷണികൾ നേതാക്കന്മാർ ഉയർത്തിയത്. ആദ്യത്തെ ഭീഷണി മുഖ്യമന്ത്രിയുടെ ഗൺമാനെതിരെയായിരുന്നു. ഗൺമാൻ്റെ അതായത് കണക്കൊക്കെ തീർക്കണ്ടേ സാറേ എന്ന് ചോദിച്ചുകൊണ്ട് ഈ ഒരു വോട്ടെണ്ണൽ കഴിഞ്ഞ് ഞങ്ങൾ അധികാരത്തിലേറിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പ്രതികാരമുണ്ടാകും, ഞങ്ങളുടെ കുട്ടികളുടെ തല അടിച്ചു പൊട്ടിച്ചതിനെ പ്രതികാരം ചെയ്തിരിക്കുമെന്നൊരു വെല്ലുവിളി മുഖ്യമന്ത്രിയുടെ ഗൺമാനെതിരെ ഉണ്ടായി. മാത്രമല്ല മറ്റൊരു പോലീസുകാർക്കെതിരെയും വലിയ രീതിയിലുള്ള ഒരു വെല്ലുവിളിയാണ് യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാരുടെ ഭാഗത്തു നിന്നുണ്ടായത്. പോലീസ് ഓഫീസർക്ക് നേരെ ഭീഷണിയുമായി മറ്റൊരു യൂത്ത് കോൺഗ്രസ് നേതാവ് രംഗത്ത് വന്നു. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയായിരുന്നു തിരുവനന്തപുരം കന്റോൺമെന്റ് SHO ജിജു കുമാറിനെതിരെ ഭീഷണി മുഴക്കിയത്. യൂത്ത് കോൺഗ്രസ് നേതാവ് കൊല്ലായിൽ ശ്യാംലാലാണ് ഫേസ്ബുക്കിലൂടെ ഭീഷണിപ്പെടുത്തിയത്. മെയ് 4-ാം തീയതിക്ക് ശേഷം അധികാരത്തിൽ വന്നോട്ടെ, കിട്ടിയതെല്ലാം 1-ന് 10ആയി 10-ന് 100ആയി തിരിച്ചു തരാമെന്നായിരുന്നു ഫേസ്ബുക്ക്. ആ ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്: ജിജു സാറേ, നാളെ അതായത് മെയ് 4-ാം തീയതി കിട്ടിയതെല്ലാം തിരിച്ചു കൊടുത്ത ശീലം, അതിന് താങ്കൾ അധികാരിയായി പോയില്ലേ?
അധികാരത്തിന്റെ പേരിൽ എന്നെയും എൻ്റെ നേതാക്കളെയും സഹപ്രവർത്തകരെയും താൻ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിയമസഭയ്ക്ക് മുന്നിലും കഴിഞ്ഞ 10 വർഷം തെരുവിൽ എത്രയോ വട്ടം മൃഗീയമായി ആക്രമിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് അധികാരം വന്നോട്ടെ, ആ അധികാരം ഉപയോഗിച്ചുകൊണ്ട് കിട്ടിയതെല്ലാം ഒന്നിന് 10 10ന് 100 തിരിച്ചു തരാം. ഒന്നും മറന്നിട്ടില്ല സാറേ, ഒരുത്തനുമായി നോ കോംപ്രമൈസ് എന്നായിരുന്നു KC നേതാവിന്റെ ഭീഷണി. കഴിഞ്ഞ മാർച്ചിൽ മന്ത്രി KB ഗണേഷ് കുമാർ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തമ്പാനൂർ KSRTC ടെർമിനലിലേക്ക് അതിക്രമിച്ച് കയറിയത് തടഞ്ഞ പോലീസ് ഉദ്യോഗസ്ഥരെ യൂത്ത് കോൺഗ്രസുകാർ ആക്രമിക്കുകയായിരുന്നു. തമ്പാനൂർ സ്റ്റേഷനിലെ CPO അനു കൃഷ്ണന് സംഭവത്തിൽ പരിക്കേറ്റു. ആക്രമണത്തിന് നേതൃത്വം നൽകിയ ശ്യാംലാൽ, ശരത് എന്നിവരെ അറസ്റ്റ് ചെയ്യുകയും 21 പേർക്കെതിരെ കേസെടുക്കുകയും ചെയ്തിരുന്നു. ഇതിന്റെ വൈരാഗ്യത്തിലായിരുന്നു ഭീഷണി. ദിൽജിത്തെ CPMന്റെ കെയർ ഓഫിൽ സ്പെഷ്യൽ ബ്രാഞ്ചുകാരനായ യൂത്ത് കോൺഗ്രസിന്റെ സമര പോരാളികളെ തെറി വിളിക്കുകയും കള്ളക്കേസിൽ കുടുക്കിയവനെ ഒരിക്കൽ കൺട്രോൾമെന്റ് സ്റ്റേഷനിൽ കണ്ടീഷൻ ബൈയിൽ ഒപ്പിടാൻ ഞാൻ വന്നപ്പോൾ സ്റ്റേഷനിലുണ്ടായിരുന്ന മുഴുവൻ പേരെ മുന്നിൽ വെച്ച് നീ പറഞ്ഞു, എത്ര വലിയ പാർട്ടിക്കാരനായാലും നിന്റെ മുമ്പിൽ കുനിഞ്ഞു നിൽക്കേണ്ടി വരും. എങ്ങനെയാണ് കുനിഞ്ഞു നിൽക്കേണ്ടതെന്ന് നിനക്ക് കാലവും എൻ്റെ പാർട്ടിയും കാണിച്ചു തരും. നീ എഴുതി വെച്ചോ. നീ ഇനി ആരെ വിളിച്ച് സോപ്പിടാൻ നിൽക്കണ്ട, നിനക്ക് പണി തരും ഞാൻ. വെയിറ്റ് ആൻഡ് സീ. നിന്റെയൊക്കെ കാരുണ്യം കൊണ്ട് കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ 5 വട്ടമാണ് ഞാൻ ജയിൽവാസം അനുഭവിച്ചത്. മറക്കാൻ പറ്റുമോ സാറേ എന്നതടക്കമുള്ള ചോദ്യം ചോദിച്ചുകൊണ്ടായിരുന്നു മറ്റൊരു പോസ്റ്റ്. ഇത്തരത്തിൽ പോസ്റ്റുകൾ അല്ലെങ്കിൽ വെല്ലുവിളികളൊക്കെ തുടരെ ഉയർന്നു. KSUവിൻ്റെ ഭാഗത്തു നിന്നാണ് ആദ്യം ഉണ്ടായത്. ഇപ്പോൾ ഇതാ ഈ പാലക്കാട് സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസിന് നേരെ CPMഉം തിരിഞ്ഞിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.